ഇന്ന് രാത്രി നമ്മുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് കടക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 2. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് നിർത്തിയത് ഹീബ്രൂസ് ചാപ്റ്റർ 1. അതിൻ്റെ അവസാനം ആയിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രത്യേകിച്ച് എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവരും ബൈബിള് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേനായി ഒന്ന് എടുക്കുക. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നോക്കിയപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. അതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ടിടയായി തീർന്നത്. അതിനുശേഷമാണ് നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് പറയുമ്പോൾ അതിന് യേശു ക്രിസ്തുവിൻ്റെ 2 അവസ്ഥകളെ അവിടെ ചൂണ്ടിക്കാണിക്കുക. 1, യേശു ക്രിസ്തു ദൈവമായിട്ടും, 2, യേശു പൂർണ്ണ മനുഷ്യനായിട്ടും. യേശു പൂർണ്ണ ദൈവമായിട്ട് യേശു ലോകത്തിലേക്ക് കടന്നു വന്ന അവസ്ഥകളെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ 14-ാം വാക്യം വരെ യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഇന്ന് രാത്രി മുതൽ നമ്മൾ പ്രധാനമായിട്ട് യേശു മനുഷ്യപുത്രൻ എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ആ സൺ ഓഫ് മാൻ. പ്രധാനമായിട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 2 നമ്മൾ മെയിൻലി എബ്രായ ലേഖനം 2-ാം അധ്യായം നമ്മൾ മെയിൻലി 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. We may divide into 2. Chapter 2, 2-ാം അധ്യായം 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. 1, ഇറ്റ്സ് എ വാർണിംഗ്, ഒരു മുന്നറിയിപ്പ്. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1 to 4. എബ്രായർ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗം. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം എ വാർണിംഗ്. 2-ാമത്തെ ഭാഗം ജീസസ് ആസ് ദ സൺ ഓഫ് മാൻ. യേശു മനുഷ്യപുത്രനായി. വിഷയം നിങ്ങൾക്കറിയാം, ഈസ് ഗ്രേറ്റർ ദാൻ ദി ഏഞ്ചൽസ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. യേശു മനുഷ്യപുത്രനാണെങ്കിലും ഹി ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. ജീസസ് ആസ് ദ സൺ ഓഫ് മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഏഞ്ചൽസ്. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 5 to 18. ആ 5 to 18 വി മേ ഡിവൈഡ് ഇൻറ്റു 3. വീണ്ടും നമ്മൾ 3 അതിനെ തിരിക്കുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്താട്ട് ഗ്രേറ്റർ ദാൻ ദി ഏഞ്ചൽസ് ബിക്കോസ്. എന്തുകൊണ്ട് യേശു ദൂതന്മാരെക്കാൾ വലുവനായി? 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ദൂതന്മാരെക്കാൾ വലിയവനായി യേശു മനുഷ്യപുത്രനാണ്. ദൂതന്മാരെക്കാൾ വലിയവനായി എന്തുകൊണ്ട്? 1, ഓഫ് ദ ഫൈനൽ കോൺക്വസ്റ്റ് ഓഫ് ഓൾ റെബല്യൻ. സകല ശത്രുക്കളുടെ മേലും അവൻ ജയമെടുക്കുന്നത് കൊണ്ട്. ഓഫ് ദ ഫൈനൽ കോൺക്വസ്റ്റ് ഓഫ് ഓൾ റെബല്യൻ. എബ്രായർ 2, 5 മുതൽ 9 വരെ. 2-ാമത്തെ ഭാഗം ഓഫ് ഹിസ് റിഡംപ്റ്റീവ് വർക്ക്. അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനം മുഖാന്തരമായിട്ട് ഓഫ് ഹിസ് റിഡംപ്റ്റീവ് വർക്ക്. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 9 to 13. 9 മുതൽ 13 വരെയുള്ള വാക്യം. 3, ഓഫ് ഹിസ് കോൺക്വസ്റ്റ് ഓഫ് ഡെത്ത് ആൻഡ് ഡെലിവറൻസ്. മരണത്തെ ജയിച്ചതും വിശുദ്ധന്മാരുടെ ആത്മാക്കളെ സ്വതന്ത്രരാക്കി. ഓഫ് ഹിസ് കോൺക്വസ്റ്റ് ഓഫ് ഡെത്ത് ആൻഡ് ഡെലിവറൻസ് ഓഫ് ദ റൈറ്റിയസ് സോൾസ് ഫ്രം ക്യാപ്റ്റിവിറ്റി. Of the righteous souls from captivity. Chapter 2 verse 14 and 15. Sorry, 4 ഭാഗങ്ങളുണ്ട്. 4-ാമത്തതോടെ ഞാൻ പറഞ്ഞു വരുന്നു. Chapter 2 verse 14 and 15. 4-ാമത്തത് of his qualification to help men in temptation. മനുഷ്യരെ അവരുടെ പരീക്ഷയിൽ നിന്ന് സഹായിപ്പാൻ കഴിവുള്ളവനായതുകൊണ്ട്. Of his qualifications to help men in temptation. മനുഷ്യരെ അവരുടെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 16 to 18. 2-ാം അധ്യായം 16 മുതൽ 18 വരെ. 4 കാരണങ്ങളാണ് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുവാൻ സാധിച്ചത്. ഫസ്റ്റ് തിങ്,
of his final conquest of all rebellion. Chapter 2 verse 5 to 9. 2 of his redemptive work. Chapter 2 verse 9 to 13. 3 of his conquest of death and deliverance of the righteous souls from captivity. Chapter 2 verse 14 and 15. 4 of his qualification to help men in temptation. 4 പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ, മനുഷ്യപുത്രൻ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് വീണ്ടും നമ്മൾ ഈ ഭാഗത്തെ ഈ ചാപ്റ്ററിനെ 3 പ്രത്യേകമായിരിക്കുന്ന ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ സാധിക്കും. വി മേ ഡിവൈഡ് ഇൻടു 3. അത് ഒരു പ്രത്യേകമായിരിക്കുന്ന ആസ്പെക്റ്റിലാണ്. 1 ഹിയറിങ്, അവനെ കേൾക്കുക. വീണ്ടും നമ്മൾ ഈ 2-ാം അധ്യായം 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. വേറൊരു ചിന്തയിൽ കൂടെയാണ് നമ്മളിത് 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. അതിലൊന്ന് ഹിയറിങ്, അവനെ കേൾക്കുക. ചാപ്റ്റർ 2 വേഴ്സ് 1 to 4. 2 സീ ഹിം, അവനെ കാണുക. ഇറ്റ്സ് വാല്യുബിൾ പോയിന്റ്സ്. അവനെ കാണുക. ചാപ്റ്റർ 2 വേഴ്സ് 5 to 9. 3 ട്രസ്റ്റ് ഹിം, അവനിൽ ആശ്രയിക്കുക. ചാപ്റ്റർ 2 വേഴ്സ് 10 to 18. പെട്ടെന്ന് ഈ വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടാട്ടെ. ഫസ്റ്റ് വൺ, 4th വേഴ്സ്, 4-ാമത്തെ വാക്യം. നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതിൻ്റെ മുൻപിൽ എങ്കിൽ കർത്താവ് താൻ തുടങ്ങിയത് വായിച്ചാട്ടെ. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നും കേട്ടവർ കേട്ടു, അവനെ കേട്ടു. നെക്സ്റ്റ് വേഴ്സ് 9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. വി സീ ഹിം. 3-ാമത്തത് 13-ാമത്തെ വാക്യം. ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. ഞാൻ അവനിൽ ആശ്രയിക്കും, ട്രസ്റ്റ് ഹിം. അപ്പോൾ 3 ചിന്തകളായിട്ട് നമുക്ക് ഈ 2-ാം അധ്യായം വീണ്ടും തിരിക്കുവാൻ സാധിക്കും. ഇന്ന് രാത്രി നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കടക്കുകയാണ്. ദ വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് എഴുതിയാട്ടം. ഇന്ന് മുതൽ 1-2 ദിവസങ്ങൾ നമ്മൾ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ മുന്നറിയിപ്പിനെ കുറിച്ചായിരിക്കും. മുന്നറിയിപ്പിൻ്റെ ശ്രേഷ്ഠത വളരെ പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദൈവമക്കൾ ആയിരിക്കണം. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായിച്ചാട്ട്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എബ്രായ ലേഖനം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പിൻ്റെ പുസ്തകമാണ്. പ്രധാനമായിട്ട് 22 മുന്നറിയിപ്പുകൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനെ ഒന്ന് ചുരുക്കി നമ്മൾ 5 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളായിട്ട് നമ്മൾ കാണുന്നു. 5 warnings in Hebrews. The first one, Hebrews chapter 2 verse 1 to 4. 5 മുന്നറിയിപ്പുകൾ, എബ്രായ ലേഖനത്തിലുള്ള 5 മുന്നറിയിപ്പുകൾ. ഇത് വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഭാഗമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ. രണ്ടാമത്തേത് എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 1. അവൻ്റെ സ്വസ്ഥതയിൽ മതി വാക്യം നോട്ട് ചെയ്താട്ടോ. 1-ാമത്തേത് ഹീബ്രൂസ് 2 2nd chapter verse 1 to 4. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. രണ്ടാമത്തത് എബ്രായർ 4-ന്റെ 1, 4th chapter verse 1. 3 ഹീബ്രൂസ് 6 verse 1 and 2. എബ്രായർ 6-ാം അധ്യായം 1-2 വാക്യം. 4-ാമത്തത് എബ്രായർ 10 26 27. 5-ാമത്തത് ഹീബ്രൂസ് 12 verse 15 and 16. 15-16 വാക്യം. 15-16 വാക്യം. ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികൾ കൊടുക്കുന്നു. എന്ത് മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്? അവിടെ താഴെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു:
ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ഈ രക്ഷ എന്ന് പറയുന്നത് അഗണ്യമാക്കി കാണരുത്. രക്ഷയ്ക്ക് വാല്യൂ ഉണ്ട്, രക്ഷയ്ക്ക് വിലയുണ്ട്. അഗണ്യമാക്കേണ്ട ഒന്നല്ല രക്ഷ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇത് പൗലോസ് എഴുതുമ്പോൾ രണ്ട് പ്രത്യേകമായിരിക്കുന്ന കൂട്ടം ആൾക്കാരെ താൻ മുൻപിൽ കാണുന്നു. ഒന്ന് വായിച്ചോട്ട്, ഒന്നാമത്തെ വാക്യം, വേഴ്സ് 1. അപ്പോൾ ഇവിടെ ഒന്നാമത് താൻ കാണുന്നൊരു കൂട്ടം വല്ലപ്പോഴും ഒഴുകിപ്പോകുന്നൊരു കൂട്ടം. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് മച്ചുവർ. മച്യൂരിറ്റി ഇല്ലാത്ത ഒരു കൂട്ടം ആര്? വിശ്വാസികൾ. എന്നിട്ട് താഴെ പറയുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷ്യം നിന്നതും കേട്ടവർ ഉറപ്പിച്ചതൊന്നുമായി ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കിയാൽ. രണ്ടാമത്തെ കൂട്ടർ നെഗ്ലക്റ്റഡ് പീപ്പിൾ. ദേ ന്യൂ ഇറ്റ് ബട്ട് ദേ നെഗ്ലക്റ്റഡ്. രണ്ട് പ്രത്യേകമായിരിക്കുന്ന കൂട്ടത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ മുൻപിൽ കാണുന്നത്. ഒന്ന്, മച്യൂരിറ്റി ഇല്ലാത്തവർ. കാരണം അവർക്ക് ഒരു നിലനിൽപ്പില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൽ അവർ വിശ്വസിച്ചവരാണെങ്കിലും അവർക്ക് ഒരു നിലനിൽപ്പില്ല. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് വിശ്വാസികളാണ്, പക്ഷെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? രക്ഷയെ ഗണ്യമാക്കുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുന്നു. കാരണം വേണ്ടുന്ന വില കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് എബ്രായ ലേഖനം വില കൊടുക്കാത്തതിനെക്കുറിച്ച് വളരെയധികമായിട്ട് എംഫസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അവിടെ പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ ദ ഫസ്റ്റ് വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മുകളിൽ പറഞ്ഞിരിക്കുന്ന 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുവാൻ ഇടയായിത്തീർന്നു? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് ഒഴുകിപ്പോകാനിടയാകരുത്. 1-ാം അധ്യായത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് 2-ാം അധ്യായം വെളിപ്പെടുത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒഴുകിപ്പോകരുത്. എന്തിൽ ഒഴുകിപ്പോകരുത്? ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ അഗണ്യമാക്കരുത്. അപ്പോൾ അവിടെ രക്ഷയെക്കുറിച്ച് പറയുന്നത് ഇത്ര വലിയ രക്ഷ. ശ്രദ്ധിക്കണം നിങ്ങൾ. കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട്. ഇത്ര വലിയ രക്ഷ. അപ്പോൾ രക്ഷയുടെ വലിപ്പത്തെ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. രക്ഷയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്, രക്ഷയ്ക്ക് ഒരു വലിപ്പമുണ്ട്. രക്ഷയുടെ വലിപ്പം എന്താകുന്നു എന്നുള്ളത് അവർ പ്രാപിച്ചിരിക്കുന്ന രക്ഷ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കൊച്ചുദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒന്ന് വീഴാനായിട്ട് തുടങ്ങി, ബട്ട് സംഹൗ ആരെങ്കിലും നിങ്ങളെ പിടിച്ചു നിർത്തി. ഉടനെ നിങ്ങൾ പറയും, ഓ ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി റോയ് ബർനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, വണ്ടി ഓടിച്ച് വണ്ടി മുഴുവൻ കേടായെങ്കിലും മുഴുവൻ ഡാമേജ് ആയെങ്കിലും ഒരു പോലും ഏൽക്കാതെ ദൈവം അവരെ വിടുവിച്ചപ്പോൾ അവർ അന്നേരവും പറഞ്ഞു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ആദ്യം പറഞ്ഞ വ്യക്തി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ രക്ഷയുടെ വാല്യൂ അല്ല റോയ്ബർ അന്നേരം പറഞ്ഞത്. കാരണം ജീവിതത്തിൽ ഏത് അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്, ആ അപകടത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് രക്ഷയ്ക്ക് വിലയുള്ളത്. ശ്രദ്ധിച്ചോണം ഞാൻ ഈ പറഞ്ഞ വേർഡ്. ഞാൻ കടന്നു പോകുന്നതായിരിക്കുന്ന നമ്മൾ ആയിരിക്കുന്ന രക്ഷയുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ കടന്നു പോകേണ്ടതായിരിക്കുന്ന അപകടത്തിൻ്റെ തീഷ്ണതയ്ക്ക് അനുസരണമായിട്ടായിരിക്കും എൻ്റെ രക്ഷയുടെ വില ഞാൻ കാണുന്നത്. രക്ഷ എന്ന് പറയുന്നതിന് വില ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്തോ പ്രയോജനം. അപ്പോൾ രക്ഷയുടെ വില എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ വിലയുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ വില ഉണ്ടോ എന്ന് ഞാൻ അറിയണമെങ്കിൽ എന്ത് അപകടത്തിൽ നിന്നാണ്, എപ്രകാരമുള്ള സീരിയസ്നെസ്സിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്, അതിനനുസരിച്ചായിരിക്കും ഞാൻ അതിന് വില കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാനൊരു വലിയ കൊടും പാപിയായിരിക്കണമെന്നില്ല.
നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവരിലും ഞാൻ പ്രധാന പാപിയാണ്. വാസ്തവത്തിൽ നിങ്ങൾ പൗലോസിനെ ചിന്തിച്ചു നോക്കിയാൽ എന്ത് പാപമാണ് പൗലോസ് ചെയ്തത്? അറിവില്ലായ്മയുടെ കാലത്ത് ദൈവത്തോടുള്ള എരിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഇവരെ ഉപദ്രവിക്കുന്നുവെന്ന് മനസ്സിലാക്കി ചില ദൈവമക്കളെ കൊന്നുവെന്നുള്ളതല്ലാതെ ചെറുപ്രായം മുതൽ ഒരു മാന്യമായിട്ട് നല്ല ഭക്തനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. താൻ ചെറുപ്രായം മുതൽ തന്നെ ഗമലിയേലിൻ്റെ പാദപീഠങ്ങളിൽ നിന്ന് പഠിക്കുകയും മോശയുടെ ന്യായപ്രമാണം മനസ്സിലാക്കുകയും അതിനനുസൃതമായിട്ട് മുൻപോട്ട് കടന്നു പോവുകയും ന്യായപ്രമാണത്തിൻ്റെ എരിവ് കൊണ്ട് താൻ ചെയ്യുന്നത് സത്യമെന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താൻ നിന്നായിരിക്കുന്ന സമൂഹം തന്നെ പഠിപ്പിച്ചതിനനുസൃതമായിട്ട് താൻ ചെയ്തതെല്ലാം സത്യമെന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോയതാ. എന്നാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, അയ്യോ ഞാനാണ് വലിയ പാപി. നിങ്ങൾ ചിന്തിക്കുക, പൗലോസിനേക്കാൾ വലിയ പാപികളില്ലേ? ഉണ്ട്. പക്ഷെങ്കിൽ പൗലോസിന് എന്തുകൊണ്ട് മനസ്സിലാക്കി ഞാനാണ് വലിയ പാപി എന്ന് മനസ്സിലാക്കുവാൻ? താൻ മറ്റുള്ളവരെ ഒന്ന് അളന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ താൻ ഈ വേർഡ് പറയത്തില്ലായിരുന്നു. എന്നാൽ താൻ ഈ വേർഡ് പറയുവാനുള്ള ഒരു കാരണമുണ്ട്. എന്താണ് തൻ്റെ അപകടം എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കി ആ അപകടത്തിൽ നിന്ന് അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് താൻ രക്ഷയുടെ വില നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞു വന്ന വേർഡ് ഞാൻ ഒരിക്കൽ കൂടെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ വെളിപ്പെടുത്താം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പരീശൻ ഭവനത്തിലേക്ക് ക്ഷണിച്ചു, ആഹാരം കഴിപ്പാൻ വിളിച്ചു. ആഹാരം കഴിക്കുന്ന സമയത്ത് പുറയിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി സ്വച്ഛ തൈലമെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ തുടച്ച് കണ്ണുനീർ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കാല് നനച്ച് തലമുടി കൊണ്ട് കാലൊപ്പി ഇത്രയുമൊക്കെ ചെയ്തിട്ട് കർത്താവായ യേശു ശിമോനോട് ഇപ്രകാരം പറഞ്ഞു, ശിമോനെ, ഞാൻ നിന്റെ അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തായിരിക്കും? കുറച്ചേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ഞാൻ പ്രാപിച്ച രക്ഷയുടെ വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ സ്നേഹിപ്പാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം വെളിപ്പെടുന്നത് ഞാൻ കടന്നു പോകേണ്ട അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരനുഭവമാണ്. നിങ്ങൾ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അങ്ങനെയെങ്കിൽ എത്ര നല്ലവനായി ജീവിച്ചാലും ആ വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ ആരായിരിക്കും? എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു മാറ്റമുണ്ടായിരിക്കും. എന്ന് പഴയത് മാറി ഇതും സകലതും പുതുതായിരിക്കും. ഈ ഒരു അനുഭവം, ഈ ഒരു വെളിയിൽ നമ്മൾ നോക്കിയാൽ ഒരു പരിവർത്തനം വെളിയിൽ കാണേണ്ടതില്ല. കാരണം ഒരു പക്ഷേ അവൻ മാന്യനായിട്ട് ജീവിച്ചവനായിരിക്കാം, ലോകത്തിന് മുൻപിൽ വളരെ നല്ലവനായിട്ട് ഒരു തെറ്റും ചെയ്യാത്തവനായി ജീവിച്ചവനായിരിക്കാം. അതുകൊണ്ട് ലോകത്തിന് മുൻപിൽ അവൻ എന്ത് കാണത്തില്ല? വലിയ മാറ്റങ്ങൾ കാണത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു, അവൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? മാറ്റം. എന്തുകൊണ്ട് മാറ്റം വന്നു? മാറ്റം വരാനുള്ള കാരണം അവൻ കടന്നു പോകുന്ന അപകടം അവൻ മുൻപിൽ കണ്ടതുകൊണ്ടാണ്. എന്തായിരുന്നാലും എൻ്റെ പാപം ചെറുതോ വലുതോ എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ വിശുദ്ധവചനം പഠിപ്പിക്കുന്നു. എൻ്റെ രക്ഷയുടെ വാല്യൂ എന്ന് പറയുന്നത് യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചതുകൊണ്ട് എൻ്റെ നിത്യമായിരിക്കുന്ന നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു. എനിക്ക് രക്ഷയുടെ വില ഉണ്ടായതിൻ്റെ കാരണം എൻ്റെ മുൻപിൽ ഞാൻ കണ്ടത് ഏതായിരുന്നു? നരകം. നിത്യമായിരിക്കുന്ന നരകത്തിന് യോഗ്യനായിരുന്ന എന്നെ, നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് കടന്നു പോകേണ്ട എന്നെ ആ നരകത്തിലേക്ക് വിടാതെ കർത്താവായ യേശു എന്ത് ചെയ്തു? വിടുവിച്ചു. അപ്പോൾ ആ വിടുതൽ എന്ന് പറയുന്നത് ഒരു ചില നിമിഷങ്ങളിലേക്കോ ഒരു മൊമെന്റിലേക്കോ ഉള്ളതായിരുന്നില്ല. പിന്നെയോ നിത്യമായിട്ട് ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുവാനാണ് എന്നെ ഈ അപകടത്തിൽ നിന്ന് വിടുവിക്കുവാനിടയായിത്തീർന്നത്. അപ്പോൾ എൻ്റെ അപകടത്തെ ഞാൻ മുൻപിൽ കണ്ടാൽ, എൻ്റെ കടന്നു വരുവാനുണ്ടായിരുന്ന ഏറ്റവും ഭയാനകമായിരിക്കുന്ന അന്തത്തെ ഞാൻ മുൻപിൽ കാണുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ രക്ഷയുടെ വില എന്താണെന്നുള്ളത്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷയെക്കുറിച്ചൊരു വില നമുക്കുണ്ടാകണമെങ്കിൽ കടന്നു പോകേണ്ടതായിരുന്ന അപകടത്തെ ഒന്ന് മുൻപിൽ കണ്ടെങ്കിലേ സാധ്യമാകത്തുള്ളൂ. മുൻപിൽ അപകടത്തെ കണ്ടുവെങ്കിൽ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവരുടെ ജീവിതം ഉള്ളം കൊണ്ട് ദൈവത്തോടുള്ള നന്ദിയാൽ നിറയപ്പെടുവാനിടയായിത്തീരും. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ, അവളുടെ ഭൗതികമായ ജീവിതത്തിൽ വളരെ പാപിയാണ്, സത്യമാർഗ
വിഷയമാണ്. എന്നാൽ അവളുടെ പാപത്തിൻ്റെ അനന്തര ഫലത്തിൽ നിന്ന് അവളെ വിടുവിച്ചു സാധിക്കുന്ന വിടുതൽ അവൾ ഓർത്തപ്പോൾ അവൾ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാൽകൾ കഴുകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ശിമോന്റെ ജീവിതത്തിലും ഇതേ കാര്യമാണ് കർത്താവ് ചെയ്തത്. ശിമോനെയും കർത്താവ് രക്ഷിച്ചുവെങ്കിൽ ആ രക്ഷ ശിമോൻ കാണുമ്പോൾ ആരായിട്ടാണ് കാണുന്നത്? നല്ലൊരു മാന്യനായിട്ട് കണ്ടു. തൻ്റെ മാന്യതയിൽ നിന്നുകൊണ്ട് രക്ഷയെ കാണുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന രക്ഷയെ നമുക്ക് ഒരു വില ഉണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളും അകപ്പെടുവാൻ അകപ്പെടേണ്ടതായിരിക്കുന്ന ഭയാനകത്തെ മുൻപിൽ കണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ഭയാനകമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ട സ്ഥാനത്ത് നിന്ന് എന്നെ വിടുവിച്ചു സാധിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഞാൻ ഓർക്കുമ്പോഴാണ് ദൈവത്തിന് ഞാൻ നന്ദി പാടുന്നത്, ദൈവത്തിന് ഞാൻ സ്തോത്രം പാടുന്നത്. ഇന്ന് രാത്രി എൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെടാതെ ഇരിപ്പുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, ഒരു ഭയാനകമായിരിക്കുന്ന ഒരു അപകടം നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. ഒരു ഭയാനകമായിരിക്കുന്ന ഒരു അപകടം. ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എരിയുന്ന തീപ്പയിലേക്ക് തള്ളിയിടും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മുൻപിൽ ഒരു തീപ്പയുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ആ തീപ്പയിലേക്ക് തള്ളിയിടുവാൻ ദൈവത്തിന്റെ വചനം വ്യവസ്ഥ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശു എനിക്ക് വേണ്ടി മരിച്ചത്. എൻ്റെ മരണം യേശു വഹിച്ചു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആ സ്നേഹമാണ് ഞാൻ കാണുന്നത്. ദൈവത്തോടുള്ള സ്നേഹം ഞാൻ ഓർക്കുമ്പോൾ അവിടെയാണ് ഞാനൊന്ന് മനസ്സിലാക്കുന്നത്, ഇത്ര വലിയ സ്നേഹം എനിക്കവൻ നൽകുവാനായിട്ടിടയായിത്തീർന്നു. എത്ര മധുരമാണോ അവൻ്റെ നാമം എനിക്ക്. എന്തുകൊണ്ടെന്നാൽ അത് ഓർത്തു വരുമ്പോഴൊക്കെ ആർത്തി കൊണ്ട് നന്ദി കൊണ്ട് നിറയപ്പെടുക. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ദൈവം നമ്മെ വിടുവിച്ച വിടുതലിനെ മുൻപിൽ കണ്ടുകൊണ്ട്, ദൈവം നമ്മെ രക്ഷിച്ച രക്ഷയെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. എത്രത്തോളം അവൻ നിങ്ങളെ വിടുവിച്ചുവോ, ഏതവസ്ഥയിൽ നിങ്ങൾ അവനെ വിടുവിച്ചുവോ, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നാവുകൾ ചലിപ്പിച്ചോട്ട് ഹംദലല ബഖാല ബലബ. Yes my Father, we thank you my Master, we thank you my Lord, we thank you my Master, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജാ, നിനക്ക് നന്ദി. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കള്, രക്ഷ പ്രാപിച്ച ദൈവത്തിന്റെ മക്കള്, യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കിയ ദൈവത്തിന്റെ മക്കള്, യേശുവിന്റെ ത്യാഗം മനസ്സിലാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കള് ഹംദലല ബഖാല ബലബ. Yes my Father, we thank you my Lord, we thank you my Master, we thank you. ഒരു ശിമോനെ, നീ യേശുവിനെ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല എങ്കിൽ എനിക്ക് എന്റെ യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. എന്റെ യേശുവിനെ ഞാൻ മാനിക്കണം. ഹല്ലേലൂയ. എന്റെ യേശുവിനെ ഞാൻ ആദരിക്കണം. ഹംദലല ബഖാല ബലബ ബഖാല ബലബ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. നന്ദി ചൊല്ലി yes 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 my Father, we thank you my Master, we thank you my loving holy God, we thank you. തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം, തേടിയ പാപിയാമെന്നെ തേടിയ ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം, തേടിയ പാപിയാമെന്നെ ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാനോടുന്നു. ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ മാറുവാനാവതില്ലേ മാറുവാനാവതില്ലേ. ലോകത്തിൽ ഏകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും ലോകത്തിൽ ഏകയാശ്രയമേശു. കരങ്ങളടിച്ചുകൊണ്ട് കങ്ങളേറി വന്നാലും മൂണ്ടായി ലോകയിമ്പം പ്രിയനേ നീമദേവണ്ടായി ലോകയിമ്പം പ്രിയനേ നീമദേവെന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിൽ ഏകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും ലോകത്തിൽ ഏകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം.
വിശ്വാസ പോരിൽ നിൽക്കുവാൻ വേൻ ശക്തി കാശ ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ പാത്മോസിലേകനായി ഞാൻ എത്രനായി പോക്കണം എത്താനായി ഞാൻ ഏകനായി പോക്കണേ വിശ്വാസ ത്യാഗമില്ലാതെ വിശ്വാസ ത്യാഗമില്ലാതെ ലോകത്തിൽ ഏകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും ലോകത്തിൽ ഏകയാശ്രയം ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ വലുതാകാനുള്ള ഒരു കാരണം എന്നെ വിടുവിച്ചതായിരിക്കുന്ന വീണ്ടെടുപ്പ് എത്ര വലുത്, ഞാൻ കടന്നു പോകേണ്ടതായിരിക്കുന്ന അപകടം എത്ര വലുത്. ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കൾ ചില കാലങ്ങളെങ്കിലും ഒന്ന് പിന്നോട്ട് നോക്കുന്ന വളരെ അനുഗ്രഹമായിരിക്കും. രക്ഷ നമ്മുടെ മുൻപോട്ടുള്ള നടപ്പിൽ ഒരു മടുപ്പ് വരുമ്പോൾ പിന്നോട്ട് നോക്കിയാൽ നമ്മുടെ ഉള്ളം വീണ്ടും ചൂടുപിടിപ്പാനായിട്ട് കാരണമായി തീരും. ദൈവം നമ്മെ വിടുവിച്ചതായിരിക്കുന്ന വിടുതൽ, ദൈവം നമ്മെ രക്ഷിച്ചതായിരിക്കുന്ന രക്ഷ, ആ രക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞാൻ ആ രക്ഷയെ നോക്കൊണ്ട് ഇപ്രകാരം പറയും, എത്ര വലിയ രക്ഷയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഇത്ര വലിയ രക്ഷയെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ട് പൗലോസ് ഇത് ഇത്ര വലിയ രക്ഷയെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം, അതിൻ്റെ 2-3 വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം, രക്ഷ വാല്യൂ വാങ്ങാൻ രണ്ടാമത്തെ കാരണം ഇവിടെ പറയുന്നു, 2 നിയമങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, അവിടെ രണ്ടാമത്തെ വാക്യം പറയുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം നിവൃത്തിയാകുകയും സ്ഥിരമായിരിക്കുകയും. അപ്പോൾ ഒന്ന്, ദൂതന്മാർ മുഖാന്തരം, അത് നമുക്കറിയാം, സീനായ് മലയിൽ ദൈവം കൊടുത്തായിരിക്കുന്ന നിയമത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ദൈവം ദൂതന്മാർ മുഖാന്തരം കൊടുത്ത ദൈവത്തിൻ്റെ വചനം സ്ഥിരമായിരുന്നു. ആ സ്ഥിരമായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. മനുഷ്യൻ്റെ പാപങ്ങളെ 2 തിരിച്ചു. ഒന്ന്, അവിടെ താഴെ പറയുന്ന വേർഡ്, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും നോട്ട് ഡൗൺ, ആ 2 വാക്യം, അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാൽ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടവർ അവർ നമുക്കത് ഉറപ്പിച്ചു തന്നു, അതൊരു കൺഫേംഡ് ആയിരുന്നു. ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളാലും എന്ത് ചെയ്തു? വചനത്തെ സ്ഥിരീകരിച്ചു പോന്നു. അപ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഇന്ന് ഈ പുത്രൻ മുഖാന്തരമായിട്ട് തന്നിരിക്കുന്ന വചനം, ആ വചനത്തിൽ എന്തുണ്ട്? ആ വചനം ഈ 3 കാര്യങ്ങളാൽ ഉറപ്പിക്കപ്പെട്ട വചനമായതുകൊണ്ട് പഴയ നിയമത്തിൽ ദൂതന്മാർ മുഖാന്തരം കൊടുത്ത വചനത്തിന് ആരെങ്കിലും ലംഘിച്ചുവെങ്കിൽ അവർക്ക് എന്തുണ്ടായിട്ടുണ്ട്? ന്യായമായ ശിക്ഷ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഇന്ന് നമ്മുടെ കരങ്ങൾ തന്നിരിക്കുമ്പോൾ ആരെങ്കിലും അതിനെ ലംഘിച്ചാൽ എന്തോ ഉണ്ട്? ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ രക്ഷ വളരെ വലുതാണ്. കാരണം ഈ രക്ഷ വലുതാകുവാനുള്ള കാരണം കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങി. ദൈവം സാക്ഷി തന്നു. 3, കേട്ടവർ ഉറപ്പിച്ചു തന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് പഴയ നിയമത്തെക്കാൾ പുതിയ നിയമത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത്, രക്ഷയുടെ വലിപ്പമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, രക്ഷയ്ക്ക് എന്തുണ്ട്? അത് ഒരു വാല്യൂ ഉണ്ട്. എന്ത് വാല്യൂ? അത് ഒരു പൂർണ്ണമായിരിക്കുന്ന ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന് ഉറപ്പില്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ദൂതന്മാർ മുഖാന്തരം പറഞ്ഞ വചനം അന്നും എന്ത് തന്നെയായിരുന്നു? ഉറപ്പായിരുന്നു. അന്ന് കൺഫേംഡ് ആയിരുന്നു. ആ വചനം സ്ഥിരമായിരുന്നു. ഒരു രീതിയിലും ഒരു വ്യക്തിക്ക് പോലും ഒരു ഓൾട്രേഷൻ അതിന് വരുത്തുവാൻ സാധ്യമായിരുന്നില്ല. ദൈവത്തിൻ്റെ ഊവ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം അത് ഊവ് തന്നെയായിരുന്നു. എന്നാൽ അന്ന് ദൂതന്മാരാണ് കൊടുത്തതെങ്കിൽ ഇന്ന് ദൂതന്മാരല്ല കൊടുത്തത്. പിന്നെ ആരാ കൊടുത്തത്? നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ, ആലയത്തിൽ കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ കയ്യിൽ ഒരു ചുരുളെടുത്ത് കൊടുത്തിട്ട് യേശു വായിച്ചൊരു ഭാഗം യെശയ്യാ പ്രവചനത്തിൽ വായിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വചനം ഇന്നും നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. എന്തുവാ യേശു പറഞ്ഞത്? രക്ഷയെക്കുറിച്ച് പറഞ്ഞു. എന്തുവാ രക്ഷ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവിനെ
അഭിഷേകം ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തുവാ ഉണ്ട്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ചെകിടന്മാർക്ക് കേൾവി, ഊമര് സംസാരിക്കണം. അപ്പോൾ ഇവിടെ ദൈവം കൊടുക്കുന്ന രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ആ പർട്ടിക്കുലർ സമയം തന്നെ യേശു എന്ത് ചെയ്തു തുടങ്ങി? പറഞ്ഞു തുടങ്ങി. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങി. അത് മാത്രമല്ല, ദൈവം ഇവിടെ സാക്ഷ്യം നിന്നു. 3 പഴയ കേട്ടവർ, യേശുവിൻ്റെ വാക്ക് കേട്ടവർ ഉറപ്പിച്ചു കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ ദൂതന്മാരുടെ വാക്കിന് മാറ്റം വരത്തില്ല എങ്കിൽ ഈ വാക്കിനും എന്ത് വരത്തില്ല? മാറ്റം വരത്തില്ല. ഈ വാക്കിന് മാറ്റം വരത്തില്ല എങ്കിൽ ഈ രക്ഷ എന്ന് പറയുന്നത് ഏതാ? ഈ രക്ഷ ഇത്ര വലിയത്. ആ വാക്കുകൾക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ, ഇന്നത്തെ വാക്കിന് മാറ്റം വരുന്നില്ല എങ്കിൽ, ഈ വാക്കിന് മാറ്റം വരാത്തത് കൊണ്ട് ഈ രക്ഷ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വളരെ വിലയേറിയതാണ്. വളരെ വിലയേറിയതാണ്. 3 നമ്മൾ ഈ ചിന്തിച്ചാൽ ഈ പ്രത്യയമായിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് ദൈവമക്കളുടെ കരങ്ങൾ ഫലമേൽപ്പിക്കപ്പെട്ടതാണ്. വായിച്ചാട്ട് യൂദായുടെ പുസ്തകം. വൈ ദിസ് സാൽവേഷൻ ഈസ് ഗ്രേറ്റ്. ജൂഡ് വേഴ്സ് 3. ഇവിടെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ യൂദാ ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: പ്രിയരെ, പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ വേറെ രീതിയിലേക്ക് നടത്തി. എങ്ങോട്ടാണ് നടത്തിയത്? വിശുദ്ധന്മാർക്ക്. ആ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ട് ആ ഭാഗം ഒന്ന് എടുത്താട്ട് യൂദായുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ വാക്യം അണ്ടർലൈൻ ചെയ്യേണ്ടത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന. അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. 3-ാമത്തെ വാക്യം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി യൂദായുടെ പുസ്തകം എന്ന് പറയുന്നത് മലയാളം ബൈബിൾ 250-ാമത്തെ പേജ്, വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുൻപ് 3-ാമത്തെ വാക്യം. അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. അവിടെ പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന. അപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രക്ഷ വലുതാകാനുള്ള കാരണം ഈ രക്ഷ ഒരിക്കലായിട്ട് എന്ത് ചെയ്തിരിക്കുക? ഫലമേൽപ്പിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇനിയും എന്തില്ല? ഒരു ചാൻസ് ഇല്ല. എവിടെ ചാൻസ് ഇല്ല? ആസ് ലോങ് ആസ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തുണ്ട്? ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ലോകത്തിൽ വിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്തില്ല? ചാൻസ്. അപ്പോൾ ഈ രക്ഷയുടെ വിലയെന്ന് പറയുന്നത് ആസ് ലോങ് ആസ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാത്രമേ ഇതിൻ്റെ തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ എത്രത്തോളം കാലം ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് അത് ഒരു മനുഷ്യന് പ്രെഡിക്റ്റ് ചെയ്യുവാൻ പറ്റാത്തതുകൊണ്ട്, നാളത്തെ നിമിഷം നമ്മുടെ കയ്യിലല്ലാത്തത് കൊണ്ട്, ഇന്ന് എന്നൊരു ദിവസം ദൈവം തന്നിരിക്കുമ്പോൾ ഈ ദിവസത്തിന് എന്ത് പ്രത്യേക വിലയുണ്ട്? ഈ രക്ഷയ്ക്ക് വിലയുണ്ട്. ഈ രക്ഷയുടെ വിലയെന്ന് പറയുന്നത് നാളത്തെ ജീവിതം എൻ്റെ കയ്യിലല്ലാത്തത് കൊണ്ടും നാളെ എനിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ലാത്തതുകൊണ്ടും ഒരു കാരണവശാലും മറ്റൊരു കൂതാശകൾ കൊണ്ടോ ഏതെങ്കിലും കർമ്മ പ്രവർത്തനങ്ങൾ കൊണ്ടോ രക്ഷപ്പെടുവാൻ സാധ്യമാകാത്തത് കൊണ്ട് ഈ രക്ഷ എങ്ങനെയുള്ളത് തന്നെയാണ്? നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു വിഷയമായിരുന്നുവെങ്കിൽ അതിന് വില കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, വില പറയത്തില്ലായിരുന്നു. എന്നാൽ അതിന് അത്ര സുലഭമല്ല, കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കും? വില കൊടുക്കുവാനായിട്ട്. എന്താ വില കൊടുക്കുന്നത്? ഇത് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ മറന്നു കളയരുത്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസമുള്ള ഈ വിഷയം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, നമുക്ക് ഒരിക്കലായിട്ട് എന്ത് ചെയ്തിരിക്കുക? ഫലമേൽപ്പിച്ചിരിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക ഇത് ഒരിക്കലായിട്ട്. ഇത് ഫലമേൽപ്പിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അത് ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന രക്ഷ എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുമ്പോൾ ആ രക്ഷ എന്ന് പറയുന്നത് ദൈവം എന്നിൽ ഫലമേൽപ്പിച്ച ഒരു നിക്ഷേപമാണ്. ദൈവം എൻ്റെ കരങ്ങൾ തന്നിരിക്കുക.
ആ രക്ഷ ഭദ്രമാണ്, എന്നാൽ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ആ രക്ഷ നഷ്ടപ്പെടുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ അന്ന് വേർഡ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് രക്ഷ ഭദ്രമാണ്, എന്നാൽ അവൻ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവന് നഷ്ടമാകുവാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത്? അപ്പോൾ അതുകൊണ്ട് എന്താണ്, നാളത്തെ ഒരു ദിവസം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കത്തില്ല? അത് സംഭവിക്കത്തില്ല. അതിന് യാതൊരു ചാൻസുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷയ്ക്ക് എന്തോ ഉണ്ട്? ഒരു വിലയുണ്ട്. 3 കാരണങ്ങളാണ് രക്ഷയുടെ വിലയായിട്ട് നമ്മൾ കണ്ടത്. ഒന്ന്, നമ്മൾ കണ്ടത് ഏത് അപകടത്തിൽ ഞാൻ രക്ഷപ്പെട്ടുമോ ആ അപകടത്തിൻ്റെ സീരിയസ്നെസ് ആണ് രക്ഷയുടെ വിലയായിട്ട് എനിക്ക് വന്നത്. 2, ഈ രക്ഷ ഞാൻ പ്രാപിച്ചപ്പോൾ ഈ രക്ഷയുടെ വാല്യൂ, ഞാൻ പ്രാപിച്ച രക്ഷയുടെ പ്രത്യേകത, 1, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. 2, ദൈവം സാക്ഷ്യം നിന്നു. 3, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അതുകൊണ്ട് ഈ രക്ഷയ്ക്ക് എന്തുണ്ടായി? വിലയുണ്ടായി. 3-മത്തത്, ഈ രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുക. പിന്നീട് ഇത് ലഭിക്കുന്നൊരു കാര്യമല്ല, ഇപ്പോൾ നമുക്ക് അത് പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അത് ഒരു സുപ്രസാദ കാലം എന്ന് പറയത്തക്കവണ്ണം ഇന്ന് രക്ഷയ്ക്ക് വളരെ വിലയുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഈ ഇത്ര വലിയ രക്ഷ, ആ വലിയ രക്ഷയ്ക്കാണ് എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അല്പ നിമിഷങ്ങൾ അടയട്ടെ.